കോളൺ ക്യാൻസർ, അതായത് മിസ്മാച്ച് റിപ്പയർ ഡെഫിഷ്യൻസി ഉള്ള ഒരു തരം കോളൺ ക്യാൻസറുകളിൽ, ഈ അടുത്ത് അഡ്വാൻസ്ഡ് കോളൺ ക്യാൻസറുകളിൽ, ആ ക്യാൻസറിൽ യൂഷ്വലി സർജറിയും കീമോതെറാപ്പിയും ഒക്കെ കൊടുത്താലും പ്രശ്നമാണ് എന്ന് വിചാരിക്കുന്ന ഒരു ക്യാൻസറിൽ ഡോസ്റ്റാർലിമാബ് എന്ന് പറയുന്ന ഒരു മെഡിസിൻ കൊടുത്ത ഒരു ട്രയലിൽ ആൻഡ്രിയ സെർസക് എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിൽ നടന്ന ട്രയലാണ്. ആ ട്രയലിൽ നടുക്ക് വെച്ച് നിർത്തേണ്ട വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തവർക്കൊക്കെ സുഖപ്പെട്ടു. വലിയ വലിയ ചക്ക പോലെ ഇരിക്കുന്ന ട്യൂമറുകളൊക്കെ മെൽറ്റായിപ്പോയി, ക്യാൻസറേ കാണാനില്ല, ക്യാൻസർ കംപ്ലീറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ നാച്ചുറലി അത് നിർത്തേണ്ടി വരുമല്ലോ, കാരണം മറ്റേ ഗ്രൂപ്പുകാർക്ക് അത് തന്നെ കൊടുക്കണം. പക്ഷെ അതൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്യാൻസറിന് മാത്രമാണ് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം ഇവിടെ എത്തി മക്കളെ എന്നുള്ളതാണ്. പലതരം ഇതേപോലത്തെ സാധനങ്ങൾ എത്തി തുടങ്ങി. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് മുതലേ ക്യാൻസറിന് എന്താ ചികിത്സ? ക്യാൻസർ വെട്ടിപ്പൊളിച്ച് മാറ്റുക. അപ്പോൾ അതിൻ്റേതായ എത്രയോ പ്രശ്നങ്ങൾ, പലപ്പോഴും വെട്ടിപ്പൊളിച്ച് മാറ്റാൻ പറ്റില്ല. വെട്ടിപ്പൊളിച്ച് മാറ്റിക്കഴിയുമ്പം സർജറി ചെയ്ത് മാറ്റിക്കഴിയുമ്പോൾ അതിൻ്റേതായ ഭയങ്കരമായ കോംപ്ലിക്കേഷൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, സാധിക്കാതെ വരാം. പിന്നെ റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം മൊത്തം കരിച്ച് കളയുക, അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ. കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഭയങ്കര സ്പീഡിൽ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളെ ടാർഗറ്റ് ചെയ്യുന്ന സാധനമാണ്, അല്ലാണ്ട് ക്യാൻസർ സെല്ലിനെ മാത്രമല്ല. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള സ്പീഡിൽ ഡിവൈഡ് ചെയ്യുന്ന എല്ലാ സെല്ലുകളെയും അത് അഫക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഈ കീമോതെറാപ്പിയുടെ ഭയങ്കരമായ സൈഡ് ഇഫക്റ്റുകളും ഒക്കെ വരുന്നത്. മാത്രമല്ല അത് പൂർണ്ണമായിട്ടും ക്യാൻസർ കോശങ്ങൾ തന്നെ നശിച്ചു പോകണമെന്നുമില്ല. ക്യാൻസറിനെ സ്പെസിഫിക് ആയിട്ട് അത് ടാർഗറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഇമ്മ്യൂൺ അപ്രോച്ച് ടു ക്യാൻസറിൽ അങ്ങനെയല്ല, നമ്മൾ ആ ട്യൂമറിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിലും ക്യാൻസർ സെല്ലുകൾ, ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മ്യൂട്ടേഷൻസ് ഉണ്ടായ സെല്ലുകൾ ഇങ്ങനെ എപ്പോഴും ഇരിക്കുന്നതാണ് എന്നുള്ളതാണ്. പക്ഷേ അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്ക് നിദാനമായ സെല്ലുകൾ അതിനെ ആക്രമിച്ച് കൊല്ലുന്നു, എപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്രിയയെ രക്ഷപ്പെട്ട് പുറത്ത് ചാടുന്ന സാധനങ്ങളാണ് ഈ ക്യാൻസർ ഡിസീസ് ശരിക്കും പുറത്തേക്ക് വരുന്ന ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ക്യാൻസർ സെല്ലുകളെ നമ്മുടെ ബോഡി തന്നെ അടിച്ചു കളയാണ്. അപ്പോൾ ആ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എങ്ങനെ ഈ പർട്ടിക്കുലർ വലിയൊരു ക്യാൻസർ, നമ്മൾ ഡയഗ്നോസ് ചെയ്ത ക്യാൻസറിനെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റംസിനെ കൊണ്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യിക്കാം എന്ന് നോക്കലാണ് ഇമ്മ്യൂൺ അപ്രോച്ച് ടു ക്യാൻസറിൻ്റെ പ്രത്യേകത. പലതരം സാധനങ്ങളുണ്ട് കേട്ടോ. മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ട്. അതായത് ക്യാൻസർ ആൻറ്റിജൻസ്, ക്യാൻസറിൻ്റെ പുറത്തുള്ള ആൻറ്റിജൻസ് കണ്ടുപിടിച്ചിട്ട് അതിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കി ആ ആൻറ്റിബോഡീസിനെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി വിടുക. അപ്പം സ്പെസിഫിക് ആയിട്ട് ആ ട്യൂമറിനുള്ളത്. പിന്നെ ഈ CAR T സെൽ തെറാപ്പി എന്ന് പറയുന്ന സാധനമുണ്ട്.